ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഒരുറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയത്. പിന്നെ നമുക്ക് ഫുൾ ടൈം കിച്ചണിൽ ബിസി തന്നെ ആയിരിക്കും. ഡിന്നർ റെഡിയാക്കണം, അതുപോലത്തെ ഈവനിങ്ങിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ കഴുകിയെടുക്കുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും ഇപ്പോൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ജ്യൂസാണെന്ന്. ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാൻ വത്തക്കേൻ്റെ ഒപ്പം ഒരു പീസ് ബീട്രൂട്ടും കൂടെ ഇട്ടിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പീസ് ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നും അറിയുന്നില്ല. നമ്മൾ വത്തക്ക ജ്യൂസിൽ പൊതുവേ നാരങ്ങയും ഇഞ്ചീൻ്റെ കഷ്ണമൊക്കെ ഇടുമല്ലോ, അതിലേക്കൊരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് വരുന്നില്ല, എന്നാലോ നല്ല കളറും കിട്ടും. അതുപോലെ നമുക്ക് ഹെൽത്തി ആണല്ലോ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം ഇതാ ഡിന്നർ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ഞാക്ക ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ഇന്ന് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇന്നലെ അരിയൊക്കെ ആൾ വാങ്ങിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ആളെ ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കനാണെങ്കിൽ കുറച്ച് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് എടുത്തിട്ട് കുറച്ച് നല്ല പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കേബേജ് ഉണ്ടായിരുന്നു കേട്ടോ, തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ആൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉപ്പേരിയും പപ്പടവും ചിക്കൻ ഫ്രൈയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഹെവി ഡിന്നർ തന്നെയായിരുന്നു. പിന്നെ അതാ കേബേജ് അരിയുമ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ച് നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ അമ്മായി ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചതാണ്. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്നതിൻ്റെ ഒപ്പം ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ അരിയിലും പിടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം നമ്മുടെ കറി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ഒരടുപ്പത്ത് ചിക്കൻ കറിയും സെറ്റാക്കുന്നുണ്ട്, മറ്റൊരടുപ്പത്ത് നമ്മുടെ ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ വീഡിയോസിലൊന്നും കാണിക്കുന്നില്ല, കാരണം നമ്മൾ മുമ്പൊക്കെ നമ്മുടെ ലോങ് വീഡിയോയിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പിയൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്ച്ചോറും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടം കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം. പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ വേണം കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിലായിരുന്നു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. വേഗം ഒന്ന് പുറത്തിറങ്ങി നിൽക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ആ നൃത്തം ഒരു 5-8 മിനിറ്റ് അവിടെ നിന്നിട്ടോ, ആളെത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് 2 ടെംബ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ്, നമുക്ക് മക്കൾക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഗ്ലാസ്സാണ് ഐറ്റം വരുന്നത്. അപ്പോൾ രണ്ടും പൊട്ടാതൊക്കെ നല്ല സേഫായിട്ടുള്ള പാക്കിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് ഹാൻഡിലും വരുന്നുണ്ട് ഗ്ലാസിൻ്റെ, അതുപോലെ ഒരു സ്ട്രോയും ഇതുപോലെ സിലിക്കോണിൻ്റെ മൂടിയാണ് കേട്ടോ വരുന്നത്. മൂടി നമുക്ക് ടൈറ്റായി നിൽക്കാൻ അതിൻ്റെ ഉള്ളിൽ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി പോവുകയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രോ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാൻ ആദ്യം ഇത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ.